Good morning students, welcome back to the class. Hope you all are fine and safe. Hope you enjoyed your autumn vacation and all that. So let's continue with Marcel Junod's first atom bomb. In the last class we had seen the horrific incidents that happened in Hiroshima and how Marcel Junod planned to execute his immediate mission there in that particular zero point or that particular disastrous spot in Hiroshima. അപ്പോൾ മാർസൽ ജുനോദിൻ്റെ ആ ഒരു ഹിറോഷിമയെക്കുറിച്ചുള്ള വിവരണങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള കുറച്ച് റൂമേഴ്സും ഹൗ വാസ് ദ റെസ്പോൺസ് ഓഫ് ദ ജാപ്പനീസ് ആസ് വെൽ ആസ് ദ അമേരിക്കൻ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദ മെയിൻ thing that happened or what we discussed in the last class was about Bill Finger's telegram. That was the major cause for his mission to Hiroshima. ഹിറോഷിമയിലേക്ക് ഇങ്ങനെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു മിഷൻ വേണം, ഒരു റെസ്ക്യൂ മിഷൻ നടത്തണമെന്ന് അദ്ദേഹം അറിഞ്ഞത് തന്നെ ഈ ഒരു ബിൽ ഫിംഗറിൻ്റെ ടെലിഗ്രാമിൽ നിന്നാണ്. ഓഫ് കോഴ്സ് ദേ വർ ഹിയറിങ് എ ലോട്ട് ഓഫ് റൂമേഴ്സ് ആൻഡ് ഓൾ ദാറ്റ്. പക്ഷേ അത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയില്ലെങ്കിൽ ഒരുപാട് പ്രശ്നത്തിലേക്ക് ഇനിയും ഹ്യൂജ് നമ്പർ ഓഫ് ഡെത്ത് വിൽ ഹാപ്പൻ എന്നുള്ള ആ ഒരു ഫീലിംഗ്, ആ ഒരു ഇൻഫർമേഷൻ നൽകിയത് ബിൽ ഫിംഗർ ആയിരുന്നു. So it was Bill Finger who had given him the details about the devastation or the destruction that happened in Hiroshima. And adine thudarnnu he had taken these photographs to General MacArthur's chamber or office. He met few more officials who had passed these photographs, who were very attentive, who had become numb. അവർ തീരെ ഒന്നും സംസാരിക്കാതെ ആകെ മരവിച്ച പോലൊരു അവസ്ഥയിലേക്കായി മാറി ആ ചിത്രങ്ങൾ കണ്ടിട്ട്. ബിക്കോസ് ദേ കുഡ് സീ എ ലോട്ട് ഓഫ് വാട്ട് ഈസ് ഇറ്റ് മൂവിങ് ഓർ ഹാർട്ട് ബ്രേക്കിംഗ് ഫോട്ടോഗ്രാഫ്സ്. ആ ഒരു മനുഷ്യജീവിതങ്ങളുടെ ഇത്രയും ദാരുണമായിട്ടുള്ള ഒരവസ്ഥ അവർ കണ്ടപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ഷോക്ക് അത് ഡോക്ടർ മാർസൽ ജുനോദും വായിച്ചറിയുകയുണ്ടായി അവരുടെ മുഖത്തു നിന്നും. ആൻഡ് വാട്ട് ഹാപ്പൻ വാസ് ദാറ്റ് ഇവർക്ക് പ്രത്യേക പെർമിഷനൊന്നും കൊടുക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് ചിന്തിക്കട്ടെ പറയാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ അവിടെ നിന്ന് മടക്കി അയക്കുകയും later after 5 days they called him back and had given the permission to do that rescue mission at Hiroshima with all the medical equipments and the necessities. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വേണമോ ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് മെഡിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആവശ്യമായിട്ട് വരും. സ്കേസിറ്റിയാണ് അവിടെ, എല്ലാം തകർന്നു പോയി. ഹോസ്പിറ്റൽസും അവിടെയുള്ള മെഡിക്കമെൻസും ഒക്കെ ഇല്ലാതെ നശിച്ചുപോയൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് വേണ്ടതായിട്ടുള്ള പലതരത്തിലുള്ള മെഡിസിൻസ്, ഓയിൻമെൻറ്റ്സ്, ബേൺ ചെയ്ത് കഴിഞ്ഞാൽ പുരട്ടാൻ പറ്റുന്ന ഓയിൻമെൻറ്റ്സ്, ബാൻഡേഡുകൾ, പലതരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് ഒരു 15 ടണ്ണോളം 15 tons of medicaments and hospital materials ആണ് ഇദ്ദേഹത്തിൻ്റെ കൂടെ റെഡ് ക്രോസ് എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷൻ്റെ പേരിൽ ഹിറോഷിമയിലേക്ക് എത്തിക്കാനായിട്ട് അനുവാദം നൽകുകയും ജനറൽ മക്കാദറിൻ്റെ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശപ്രകാരം ആൻഡ് ആ ഒരു പുറപ്പെടുന്ന പ്ലെയിനിൽ ഒരു സീറ്റ് അദ്ദേഹത്തിന് വേണ്ടി റിസർവ് ചെയ്ത് വെക്കുകയും ചെയ്യുന്നൊരു വലിയൊരു കാര്യമാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി ഇതിന് ശേഷം അദ്ദേഹം അങ്ങോട്ടേക്ക് പുറപ്പെടുന്ന കാഴ്ചയാണ്. പുറപ്പെട്ടതിന് ശേഷം നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നമ്മൾ ഇന്ന് അതാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. Early on 9th September, I am beginning with page number 100. Okay. Early on 9th September, the investigation commission left the island of Miyajima. From a hotel, we walked along the shore of the little harbor. We boarded the boat which was to take us over the arm of the sea which separated us from the main island. അപ്പോൾ ഇതിൻ്റെ ഒരു ടോപ്പോഗ്രഫി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ജിയോഗ്രഫി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഐലൻഡ്, ഹാർബറിൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്, ഒരു ടൗണാണ് ഹിറോഷിമ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു റിവർ ഒഴുകുന്നുണ്ട്. അതിൻ്റെ കൈവഴികൾ ഇങ്ങനെ പിരിച്ച് കുറേ കുട്ടി ഐലൻഡ് പോലെയായിട്ടാണ് ആ ഒരു ഏരിയ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഹി റീച്ച് ദിസ് മെയിൻ ഐലൻഡ്, ആ ഒരു 0 point ആ ഒരു ഡിസാസ്റ്റർ സ്പോട്ട്, എക്സ്പ്ലോഷൻ സ്പോട്ടിൽ നിന്നും അധികം ദൂരമില്ലാത്തൊരു സ്ഥലത്ത് ഇവർ ലാൻഡ് ചെയ്യുകയും a car was waiting for them and in that car he could see 2 interpreters. അദ്ദേഹത്തിന് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് 2 ജാപ്പനീസ് ഇൻ്റർപ്രറ്റേഴ്സ് ഉണ്ടായിരുന്നു. One was Miss Ito and the second one was a Japanese journalist. അപ്പോൾ ഈ 2 ആൾക്കാരുമാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു മിഷൻ നടത്തേണ്ട സ്ഥലത്തേക്കുള്ള യാത്രയിൽ പോകുമ്പോൾ ആ ഹിറോഷിമയുടെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതും ഹിറോഷിമയിൽ എന്താണിപ്പോൾ സംഭവിച്ചതെന്നുള്ളതും
ഇനി എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ എന്നുള്ള കാര്യങ്ങളൊക്കെ വർണ്ണിച്ച് വിവരിച്ച് കൊടുക്കുന്നത് ആക്ച്വലി ഈ രണ്ട് ഇൻ്റർപ്രറ്റേഴ്സാണ്. അപ്പോൾ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. They both gave me a great deal of information about what Hiroshima had once been, its main activities and its geographical situation. I needed their accounts in order to compare the reality of yesterday, a busy, prosperous town, with the reality of today, the desolating spectacle after its utter destruction by one flash of blinding, searing light. Searing means extremely hot, very intense light. അപ്പോൾ അങ്ങനെ എന്താണ് ഹിരോഷിമയുടെ ഭൂതകാലം എന്താണ്, ഹിരോഷിമയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, എന്തായിരിക്കാം ഇനി കുറച്ച് നാളുകൾ ഇവിടുത്തെ അവസ്ഥ എന്നുള്ളതിൻ്റെയൊക്കെ ഒരു കംപ്ലീറ്റ് പിക്ചർ ഇറ്റ് വാസ് ഗിവൺ ബൈ ദീസ് ടു ഇൻ്റർപ്രറ്റേഴ്സ്, ദാറ്റ് വാസ് മിസ് ഇറ്റോ ആൻഡ് ജാപ്പനീസ് ജേർണലിസ്റ്റ്. അവരെക്കുറിച്ച് ആ ഒരു ഹിരോഷിമയെക്കുറിച്ച് ആ ഒരു ലേഡി, ദാറ്റ് ഫ്രജൈൽ ലേഡി എന്നാണ് എഴുതിയിട്ടുള്ളത്, ഫ്രജൈൽ മിസ് ഇറ്റോ എന്നാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തിട്ടുള്ളത്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: Hiroshima, explained the fragile Miss Ito, means the broad island. That is the meaning of that word, the broad island. It was built on the delta of the river Ota, which flows down from Mount Kamuri, and it was the 7th town in point of size in Japan. The 7 arms of the Ota, 7 rivers which pour their waters into the inland sea, enclose in an almost perfect triangle the harbour of the town, the factories and arsenal means weapons, armaments ഒക്കെ സൂക്ഷിച്ചു വയ്ക്കുന്ന സ്ഥലം, oil refineries and warehouses. Hiroshima had a population of 250,000 people, and in addition there was a garrison. Garrison means group of troops or a guards of about soldiers into a group, പട്ടാളം, about 150,000 soldiers. അപ്പോൾ അങ്ങനെ ഹിരോഷിമയുടെ ഒരു ഡിസ്ക്രിപ്ഷനാണ് മിസ് ഈറ്റോ പറഞ്ഞു കൊടുക്കുന്നത്. സോ ഹിരോഷിമ, ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ആൻ ഇൻഡസ്ട്രിയൽ ഏരിയ വിത്ത് ഓൾ ദീസ് തിങ്സ്. ഒരു വെപ്പണറി ഉണ്ട്, ഫാക്ടറീസ് ഉണ്ട്, നിറയെ വ്യവസായ സ്ഥാപനങ്ങളുണ്ട്, സ്കൂൾസ് ഉണ്ട്, ഹോസ്പിറ്റൽസ് ഉണ്ട്, ധാരാളം റിഫൈനറീസ് ഉണ്ട്. ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് നിയർ ദി ഹാർബർ ആൻഡ് ഓൾ ദാറ്റ്. വെയർ ഹൗസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി പ്രത്യേകതകളുള്ളതുകൊണ്ട് തന്നെ ആയിരിക്കാം ഹിരോഷിമയെ ഒരു ടാർഗറ്റായിട്ട്, ഒരു ടാർഗറ്റഡ് സ്പോട്ടായിട്ട് അമേരിക്കൻസ് ദേ സ്കെച്ച്ഡ് ദിസ് പെർട്ടിക്കുലർ ലാൻഡ് ഫോർ ദി എക്സ്പ്ലോഷൻ, ഫോർ ദാറ്റ് ഡിസാസ്ട്രസ് ഇൻസിഡൻറ്റ് ടു ഒക്കർ. അപ്പോൾ ആ ഒരു മനോഹരമായിട്ടുള്ള ഹിരോഷിമയുടെ പാസ്റ്റിനെയാണ് അവർ വർണ്ണിക്കുന്നത്. ഇപ്പോൾ ഫ്രജൈൽ എന്ന് പറയാൻ കാരണം മേ ബി ഷീ മൈറ്റ് ബി എക്സ്പ്രസിങ് ഹർ റിഗ്രറ്റ് ആൻഡ് ഡിസപ്പോയിൻമെൻറ്റ് ആൻഡ് ഷീ മൈറ്റ് ബി അപ്സെറ്റ്. ഡെഫിനറ്റ്ലി ടോട്ടലി ഡിവാസ്റ്റേറ്റഡ് ആയിട്ടുള്ള മൈൻഡ് സെറ്റോട് കൂടിയിട്ടായിരിക്കും അത് സംസാരിച്ചിട്ടുണ്ടായിരിക്കുക. നമുക്കാണെങ്കിലും ലോകത്തൊരു വലിയ ദുരന്തം സംഭവിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഒരു മാനസികമായിട്ടുള്ളൊരു ആഘാതം എത്ര ദൂരെയാണെങ്കിലും അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ if a human being will definitely have got that kind of empathetic feeling towards their fellow beings. അപ്പോൾ ഇത്രയും കൺമുന്നിൽ കാണുന്ന ഒരു കാര്യത്തെ, അല്ലെങ്കിൽ പണ്ട് ഇത്രയും മനോഹരമായി കിടന്നിരുന്നൊരു സ്ഥലം ഇത്രയും തകർന്നടിഞ്ഞ് കിടക്കുന്ന കാണുമ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒരു മാനസികമായിട്ടുള്ള ആ ഒരു ട്രോമ, ഒരു ആഘാതം, അതൊക്കെ കൊണ്ടായിരിക്കാം ചിലപ്പോൾ മാർസൽ ജുനോദ് he had described this lady as fragile Miss Ito. She might be weeping, she might be crying while saying about the past of Hiroshima. The journalist described, and then there is another interpreter, that is a journalist, Japanese journalist. On 6th August, there wasn't a cloud in the sky above Hiroshima, and a mild, hardly perceptible wind blew from the south. Visibility was almost perfect for 10 or 12 miles. Yes, we had seen in many documentaries related to this particular atom bomb, Hiroshima, Nagasaki. അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എല്ലാവരും പറയുന്നത് തന്നെയാണ്, വളരെ സാധാരണ ഒരു ദിവസം പോലെ മഴമേഘം പോലും ഇല്ലാതെ നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു സ്കൈ. ഡെഫിനറ്റ്ലി ദ വാർ ഇസ് ഗോയിങ് ഓൺ ആൻഡ് ദേ ആർ ഹാവിങ് ഓൾ ദീസ് കൈൻഡ്സ് ഓഫ് കൺഫ്യൂഷൻസ് ആൻഡ് ഓൾ ദാറ്റ്. പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പ്രശ്നം ഏത് നിമിഷവും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നുള്ളൊരു പ്രിപ്പറേഷനും ഉണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 7:09 ഒരു 7:10 കൂടിയിട്ടൊക്കെ ഈ ഒരു അമേരിക്കൻ B-29 പ്ലെയിൻസ് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും വളരെ ക്ലിയർ ആയിട്ടിരിക്കുന്ന സ്കൈയിലേക്ക് അമേരിക്കൻ വിമാനങ്ങൾ വരികയും അതിൽ 4 വിമാനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ടു ദ നോർത്ത് 4 American B-29 planes appeared to the north of the town. 2 of them turned and made off to the south and disappeared in the direction of the Shoho Sea, and the other 2, after having circled the neighborhood of Shukai,
flew off at high speed southwards in the direction of the Bingo Sea. അപ്പോൾ അങ്ങനെ ഈ വിമാനങ്ങൾ പ്രത്യക്ഷപ്പെടുകയും അത് 2 ഡയറക്ഷനിലേക്കായിട്ട് വേർപിരിഞ്ഞ് പോകുന്നവർ കാണുകയാണ്. അപ്പോൾ ഓഫ് കോഴ്സ് ശത്രു വിമാനങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പകച്ചിലും ആ ഒരു കൺഫ്യൂഷൻസും അവർക്ക് ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു, ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് അവരോടൊരു ഓൾ ക്ലിയർ മെസ്സേജ് അവർക്ക് ലഭിക്കുകയും അവരെല്ലാവരും തിരിച്ച് അവരുടെ തന്നെ ദൈനംദിന ജീവിതത്തിലേക്ക്, ആ ഡെയിലി റൂട്ടീനിലേക്ക് പോവുകയും ചെയ്യുകയാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് 8 AM, ഓൾമോസ്റ്റ് ഇറ്റ് വാസ് 8 AM ഇൻ ദ മോർണിംഗ്, 8:15. വളരെ അധികം പീക്കായിട്ടുള്ളൊരു ടൈമാണ്. എല്ലാവരും ജോലിക്ക് പോകുന്ന, ജോലികൾ തുടങ്ങിയിട്ടുണ്ടായിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ സ്കൂൾസിൽ കുട്ടികളെല്ലാവരും സ്കൂളിൽ പോവുക, ഹോസ്പിറ്റൽസ് എല്ലാം അതിൻ്റേതായിട്ടുള്ള ഫങ്ഷൻസിൽ ഏർപ്പെടുക, എല്ലാം ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി എല്ലാ സ്ഥലത്തും വർക്കേഴ്സും എല്ലാ ആളുകളും ഒക്കെ തിങ്ങി നിറഞ്ഞ് അവരവരുടെ ജോലികളിൽ ഏർപ്പെടുന്ന ഒരു സമയമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമേരിക്കൻ വിമാനങ്ങൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോഴത്തേക്കും ദർ വാസ് എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ എമംഗ് ദ പീപ്പിൾ. ആൻഡ് ദെൻ at 7:31 the all clear was given. അപ്പോൾ യുദ്ധമാകുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള മെസ്സേജസൊക്കെ ഡെഫിനറ്റ്ലി അവർ അലാം ചെയ്യും എല്ലാവരെയും. അപ്പോൾ ഓൾ ക്ലിയർ കൊടുത്തു, അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഓക്കെ എവറിത്തിങ് ഇസ് ഫൈൻ എന്നുള്ളൊരു മെസ്സേജ് അവർക്ക് കിട്ടുകയും അവർ തിരിച്ച് അവരുടെ വർക്ക്സിലേക്ക് ഇൻവോൾവ് ആവുകയും ചെയ്തിരിക്കുന്ന ആ ഒരു സമയമാണെന്ന് ചിന്തിക്കുക. അപ്പോൾ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയ ദിവസവും രാവിലെ നമ്മൾ പുറപ്പെടുകയാണ്, സാധാരണ ഒരു ദിവസം പോലെ നമ്മുടെ ജോലികളുണ്ട്, അതിൻ്റെ ടെൻഷൻസ് ഉണ്ട്, അതൊക്കെ ചെയ്യാം, ഓക്കെ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാം, ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാം, ഫാമിലീനെ കാണാം, ഫാമിലിയുടെ ഒപ്പം എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഒക്കെ വളരെ ശാന്തമായി പോകുന്നൊരു സിറ്റുവേഷനിൽ പെട്ടെന്നൊരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു കാര്യം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാനസികമായിട്ടുള്ള ആഘാതം, തൊട്ട് മുന്നിൽ ആളുകൾ മരിച്ചു വീഴുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരവസ്ഥ ചിന്തിക്കാൻ പോലും കഴിയാത്തത്രയും ഒരു ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൊരു ദിവസമായിരുന്നു അന്ന്. At 7:31 the all clear was given. Feeling themselves in safety, people came out of their shelters and went about their affairs. അവരുടെ കാര്യങ്ങളിൽ അവർ വ്യാപൃതരായി, their routines and all that. And the work of the day began. They started their daily work. Suddenly a glaring whitish pinkish light appeared in the sky, accompanied by an unnatural tremor which was followed almost immediately by a wave of suffocating heat and wind which swept away everything in its path. അപ്പോൾ അത്രയും ശാന്തമായി ഹാപ്പിയായി സേഫാണ് എന്ന് വിശ്വസിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു വൈറ്റിഷ് പിങ്കിഷ് കളറിൽ എന്താണെന്ന് പോലും മനസ്സിലാകുന്നതിന് മുന്നേ തന്നെ എല്ലാം നശിച്ചു പോകുന്നൊരു ഫിനോമിനനാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഒരു എന്താ പറയുക, പ്രതിഭാസമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇൻസിഡൻ്റാണ് ഇത്, ആറ്റം ബോംബാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എക്സ്പ്ലോഷനാണ് നടക്കുന്നതെന്ന് അറിയുന്നതിന് മുന്നേ തന്നെ മരണപ്പെട്ടു പോയിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ടാകും. അത്രയും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രാൻസിയൻ്റ് ആയിട്ടുള്ളൊരു ഡിസാസ്റ്ററാണ് അവിടെ നടന്നു കഴിഞ്ഞിട്ടുള്ളത്. സോ ഇറ്റ് വാസ് എ പിങ്കിഷ് വൈറ്റിഷ് കളർ ലൈറ്റ്, വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള സിയറിങ് ആയിട്ടുള്ള ഒരു ഹീറ്റ് ആൻഡ് ലൈറ്റ് എല്ലാം വെന്തുരുകി നശിച്ചു പോകുന്നൊരു കാഴ്ച. Suffocating heat and wind which swept away everything in its path. നമ്മൾ അവഞ്ചേഴ്സ് മൂവിയിലൊക്കെ കാണുന്ന പോലെ ഒരു വിൻഡ് വന്നിങ്ങനെ ആൾക്കാരിങ്ങനെ മാഞ്ഞു പോകുന്ന ഒരു അവസ്ഥ, അതുപോലെയായിരുന്നു ഈ ഒരു എക്സ്പ്ലോഷൻ്റെ ശേഷം ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ എക്സ്പ്ലോഷൻ സമയത്ത് നടന്നിട്ടുണ്ടായിരുന്നത്. Within a few seconds, thousands of people in the streets and the garden in the center of the town were scorched by a wave of searing heat. Searing, as we mentioned, intense heat, very high heat. So scorchia means the burn the surface. അവരൊക്കെ ആകെ പൊള്ളി വെന്ത് മരിച്ചു പോകുന്നൊരവസ്ഥ. Many were killed instantly. Others lay writhing on the ground, screaming in agony from the intolerable pain of their burns. അപ്പോൾ ശരീരം ആകെ ഇങ്ങനെ തീ കത്തി പിടിക്കുമ്പോൾ അവരിങ്ങനെ മണ്ണിൽ കിടന്നിങ്ങനെ they were twisting. അവരവിടെ കിടന്നിങ്ങനെ മറിയാണ്, ഉരുണ്ട് ഇതിങ്ങനെ മേത്തുള്ള ഈ ഒരു വേദന കൊണ്ട് ഇങ്ങനെ പൊളഞ്ഞിങ്ങനെ അവരാകെ ട്വിസ്റ്റ് ചെയ്യുക. writhing on the ground means twisting themselves on the ground. Everything standing upright in the way of the blast, walls, houses, factories and other buildings was annihilated. Everything was destroyed. ഉയർന്നു നിന്നത് എന്തൊക്കെയോ, മതിലുകൾ, വീടുകൾ, കെട്ടിടങ്ങൾ, വലിയ വലിയ സമുച്ചയങ്ങൾ എല്ലാം തകർന്നടിഞ്ഞ് ചീട്ടുകൊട്ടാരം വീഴുന്ന പോലെ അതിങ്ങനെ തകർന്നടിഞ്ഞ് ആകെ ഡിസ്ട്രോയിഡ് ആയിട്ട്, ഡെവാസ്റ്റേറ്റഡ് ആയിട്ട് മാറുന്ന, ആനിലേറ്റഡ്, കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ് ആയിട്ട് മാറുന്നൊരവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ദ ഡെബ്രിസ്, നമ്മൾ ഫ്ലാറ്റ് വീഴുന്നൊരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതിങ്ങനെ വീണ് കഴിയുമ്പോൾ അതിൻ്റെ ആ പൊടിപടലങ്ങൾ ഇങ്ങനെ പൊങ്ങുന്ന ആ ഒരു കാഴ്ച നമ്മൾ ടി വിയിലൂടെയും ദൃശ്യങ്ങളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം.
എന്ന് പറയുന്ന പോലെ അതിൻ്റെ ഡെബ്രിസ്, അതിൻ്റെ റിമെയിൻസ്, ഈ പൊടി ഇത് തകർന്ന് വീഴുമ്പോൾ ഉണ്ടാകുന്ന പൊടിപടലങ്ങൾ, അതിൻ്റെ അവശിഷ്ടങ്ങൾ, റിമെയിൻസ്, അതൊക്കെ കൂടെ കാറ്റിലിങ്ങനെ ഇറ്റ് സ്പൺ റൗണ്ട് ഇൻ എ വേൾവിൻഡ് ആൻഡ് വാസ് ക്യാരിഡ് അപ്പ് ഇൻ ടു ദ തിൻ എയർ. അപ്പോൾ ഇത്രയും ശക്തമായിട്ടുള്ള ബിൽഡിങ്സ് എല്ലാം കൂടെ ഒറ്റയടിക്ക് കൊളാപ്സ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ പൊടിയും റിമെയിൻസും ഒക്കെ കാറ്റിലിങ്ങനെ എയറിലിങ്ങനെ പാറി നടക്കുകയാണ്. Trams were picked up and tossed aside as though they had neither weight nor solidity. അത്രയും ഭാരമുള്ള പബ്ലിക് റോഡിലൂടെയും റെയിലിലൂടെയൊക്കെ പോകുന്ന ട്രാംസ് എ പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് വെഹിക്കിൾ ദാറ്റ് റൺ ബൈ ഇലക്ട്രിസിറ്റി. നമ്മൾ വിദേശ രാജ്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടത് കാണുക, അത്തരത്തിലുള്ള വണ്ടികൾ, ബസ് പോലെയുള്ള വണ്ടികൾ, ട്രാംസ്. ആൻഡ് ആ വണ്ടികളൊക്കെ ഇങ്ങനെ കാറ്റിലിങ്ങനെ ഈ ശക്തമായിട്ടുള്ള ഒരു ഇതിലതിങ്ങനെ കാറ്റിൽ പറക്കുകയാണ്, കൊടുങ്കാറ്റ് വീശിയത്. ആ ഒരു അത്രയും ശക്തമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൽ ഈ ബസ്സുകളും അതുപോലുള്ള ട്രെയിൻസ്, ബസ് മാത്രമല്ല തീവണ്ടികളൊക്കെ ഇങ്ങനെ വേൾവിൻഡ് വന്നതുപോലെ, ചുഴലിക്കാറ്റിൽ വന്ന പോലെ അതിങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. വിത്ത് ദ ഫീലിംഗ് ആസ് ദോ they had neither weight nor solidity. അതിന് കനവും ഭാരമൊക്കെ, ഇത്രയും ഭാരമൊക്കെ ഉള്ളൊരു വസ്തുവാണ്, പക്ഷെ അതിന് ആ ഭാരമൊന്നും ഇല്ലാതെ അതിങ്ങനെ അത്രയും നിസ്സാരമായിട്ട്, അല്ലേ, എത്രയും കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്, നിസ്സാരമായി പോകുന്നൊരു അവസ്ഥ. Trains were flung off the rails as though they were toys. Horses, dogs and cattle suffered the same fate as human beings. As we mentioned earlier, മനുഷ്യൻ മാത്രമല്ല, ജീവനുള്ളതും ജീവനില്ലാത്തതും എന്തൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ നശിച്ചു പോകുന്നൊരു കാഴ്ച. അപ്പോൾ അതിൽ മൃഗങ്ങളുണ്ട്, ഹോഴ്സസ് ഉണ്ട്, ഡോഗ്സ് ഉണ്ട്, കാറ്റിൽ, എല്ലാത്തിനും മനുഷ്യന് സംഭവിച്ച അതേ വ്യത്യാസമൊന്നുമില്ല. മനുഷ്യനാണെന്ന് പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. എല്ലാം ഒരു നിമിഷം കൊണ്ട് തന്നെ തകർന്നു പോകുന്ന, നശിച്ചു പോകുന്നൊരു കാഴ്ച. Every living thing was petrified in an attitude of indescribable suffering. Everything was terrified. Everyone was terrified because of this indescribable suffering. ഒരാൾക്ക് മറ്റൊരാളോടൊന്നും പറയാൻ പറ്റില്ല, കാരണം അത്രയും എല്ലാവരും ദുരിതവും ഒരുമിച്ച് അനുഭവിക്കുന്നൊരവസ്ഥ, എല്ലാം കൺമുന്നിൽ നശിച്ചു പോകുന്നൊരവസ്ഥ. Even the vegetation did not escape. Trees went up in flames, the rice plants lost their greenness, the grass burned on the ground like dry straw. വൈക്കോൽ കത്തി നശിക്കുന്ന പോലെ പുല്ലുകളും ചെടികളും മരങ്ങളും, നമ്മൾ ബിലോബ ട്രീനെ കുറിച്ച് പറഞ്ഞു. ആ ഒരു 6 മരങ്ങൾ മാത്രമാണ് ഇതിനെ സർവൈവ് ചെയ്തിട്ട്, ഈ ഒരു ആറ്റം ബോംബ് എക്സ്പ്ലോഷനെ സർവൈവ് ചെയ്തിട്ട് അവിടെ അവശേഷിച്ചിട്ടുള്ളത്. 6 ട്രീസും ഇന്നും വളരെ പവിത്രമായി തന്നെ അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. വളരെ സാങ്ക്ടിറ്റിയോട് കൂടെ തന്നെ അവരത് ജനീവയിലെ മ്യൂസിയത്തിലും റെഡ് ക്രോസിൻ്റെ മ്യൂസിയത്തിലൊക്കെ അവർ വളരെ ഹോളി ആയിട്ട് തന്നെ അതിനെ സൂക്ഷിക്കുന്നുണ്ട്. ആസ് എ സുവനിയർ, ഈ ഒരു ഭീകരമായ ദിവസത്തിൻ്റെ ഒരു സ്മാരകമായിട്ട് അതിനെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്, ഒരു മെമ്മോയറായിട്ട് അതിനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പ്രകൃതിയിൽ അതൊഴികെ ബാക്കി ഒരു പുൽനാമ്പ് പോലും ഇല്ലാതെ എല്ലാം അങ്ങ് കത്തി നശിച്ചു പോകുന്നൊരു കാഴ്ചയാണ് ഇവിടെ നമ്മുടെ ജാപ്പനീസ് ജേർണലിസ്റ്റ് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. Trees went up in flames, the rice plants lost their greenness, the grass burnt on the ground like dry straw. Beyond the zone of utter death, in which nothing remained alive, houses collapsed in a whirl of beams, bricks and girders. Girders means that steel beam, വലിയ തൂണുകളും ഇരുമ്പിൻ്റെ കമ്പികളും ഒക്കെ മാത്രം. Up to about 3 miles from the center of the explosion, lightly built houses were flattened as though they had been built of cardboard. അപ്പോൾ ഇവിടുത്തെ ഒരു ജോഗ്രഫിയും അതുപോലെ തന്നെ അവരുടെ ആ ഒരു ആർക്കിടെക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അവിടുത്തെ വീടുകളൊക്കെ തന്നെ കൂടുതലും പണിതിരിക്കുന്നത് ടിമ്പറും സ്ട്രോയും ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. മേഞ്ഞ വീടുകളാണ്, കൂടുതലും മരം കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള വീടുകളാണ്. അപ്പോൾ അതൊക്കെ കത്തിയിൽ എത്ര പെട്ടെന്നാണ് കത്തി നശിക്കാൻ എളുപ്പമാണ്, അല്ലേ? ചീട്ട് കൊട്ടാരം വീഴുന്ന പോലെ, അല്ലെങ്കിൽ കാർഡ്ബോർഡ് ബോക്സ് വീണ പോലെയാണ് പല കെട്ടിടങ്ങളും വീണെന്നാണ് പറയുന്നത്. ജസ്റ്റ് ലൈക്ക് ലൈറ്റ് ബിൽഡ് ഹൗസസ് വർ ഫ്ലാറ്റൻഡ് ആസ് ദോ ദേ ഹാഡ് ബീൻ ബിൽഡ് ഓഫ് കാർഡ്ബോർഡ്. കോൺക്രീറ്റ് ബിൽഡിങ്ങിൻ്റെ തന്നെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അപ്പോൾ പിന്നെ മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വീടുകളുടെ കാര്യം പറയേണ്ടതായിട്ടില്ല. those who were inside were either killed or wounded. Those who managed to extricate themselves, extricate means to feel free from themselves, by some miracle found themselves surrounded by a ring of fire. നമ്മൾ പറഞ്ഞു, ഒരു എക്സ്പ്ലോഷന് ശേഷം പെട്ടെന്ന് തന്നെ വലിയൊരു കാറ്റ് വീശുകയും ചെറിയൊരു മഴ 5 മിനിറ്റോളം നീണ്ടു നിൽക്കുന്നൊരു മഴ പെയ്യുകയും പിന്നെ ആ മഴയ്ക്ക് ശേഷം ശക്തമായ കാറ്റിൽ ബാക്കിയുള്ളതും കൂടെ അങ്ങ് റാപ്പിഡ് ഫയർ കത്തി അങ്ങ് നശിച്ചു പോവുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇതിങ്ങനെ പിന്നെ അതിനുശേഷം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എല്ലാം കെട്ടടങ്ങി, ഒന്നുമില്ല.
എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ബാക്കിയൊന്നും അന്വേഷിക്കാൻ ഒന്നുമില്ലാത്ത അത്ര രീതിയിൽ അത്രയും എല്ലാം കത്തി നശിച്ച് പോയിരിക്കുന്നൊരവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ കുറച്ച് ആൾക്കാർ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഇതിൽ നിന്നുമൊക്കെ ബിൽഡിങ്ങിൻ്റെ അകത്തുണ്ടായിരുന്ന ആൾക്കാർ ബിൽഡിങ് തകർന്ന് വീണ് മരിച്ചു പോയിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ രക്ഷപ്പെട്ട് പുറത്ത് ഇറങ്ങിയ ആൾക്കാർ കാണുന്നത് തീയാണ്. ഈ ഒരു ഫയർ അവിടെ ഉണ്ടായിട്ടുള്ള ഒരു റാപ്പിഡ് ഫയർ അതിൽ അകപ്പെട്ടു പോവുകയും ചെയ്യുകയാണ്. പിന്നെ അതിൽ നിന്നും രക്ഷപ്പെട്ട് കുറച്ച് ആൾക്കാർ എങ്ങനെയൊക്കെ ലൈഫ് കയ്യിൽ കിട്ടി എന്ന് പറഞ്ഞ് സർവൈവ് ചെയ്തു എന്ന് വിശ്വസിച്ച് നടന്ന കുറച്ച് ആൾക്കാർ അവർ ആഫ്റ്റർ 15 or 30 or ബീങ് 1 month or 2 month ഗാമ റേസിൻ്റെ ആ ഒരു എഫക്റ്റ് കാരണം അവരും മരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മരണ പരമ്പര ലോകചരിത്രം കണ്ടതിലും വെച്ച് നമ്മൾ ഒരുപാട് ചരിത്രത്തിൻ്റെ ഇത്തരം ദുരന്തമുഖങ്ങളെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലാണെങ്കിൽ ആൽബർട്ട് കാമുവിൻ്റെ അബ്സേർഡിസം ഡിസ്കസ് ചെയ്തപ്പോൾ വി ഡിസ്കസ് ദ സെയിം സെക്കൻഡ് വേൾഡ് വാർ, ഫസ്റ്റ് വേൾഡ് വാർ, ആസ് വെൽ ആസ് ഹിറ്റ്ലേഴ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പ്സ്, ഹോളോകോസ്റ്റ് ആൻഡ് ഓൾ ദാറ്റ്. അത് വേറൊരു ദുരന്ത ചരിത്രമാണ് നമ്മളെ കാണിച്ചിരുന്നത്. ഇത് മറ്റൊരു തരത്തിലുള്ളൊരു ദുരന്ത കഥയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും നിസ്സാരമായിട്ട് ജീവനുകളെയും മനുഷ്യൻ മാത്രമല്ല സകല ജീവജാലങ്ങളും തകർന്നടിഞ്ഞു പോകുന്നൊരു കാഴ്ചയാണ് ഈ ഒരു ആറ്റം ബോംബ് എക്സ്പ്ലോഷനിൽ നമ്മൾ കാണുന്നത് ഇവിടെ. And some of the reinforced, and the few who succeeded in making their way to safety generally died 20 or 30 days later from the delayed effects of the deadly gamma rays. So as we mentioned, atom bomb inde aa oru explosion shesham adil emit cheyna aa oru gamma rays, it's very highly dangerous. Some of the reinforced concrete or stone buildings remained standing, but their interiors were completely gutted by the blast. Gutted means destroyed or disappointed. അപ്പോൾ ചില ബിൽഡിങ്സിൻ്റെ ഒക്കെ അതിൽ പല ബിൽഡിങ്സിൻ്റെയും ഒരു ഭാഗം മാത്രം കംപ്ലീറ്റ് പെയിൻറ്റ് ഇളകിപ്പോയിട്ടുണ്ട്. അതായത് എക്സ്പ്ലോഷൻ 0 പോയിൻ്റ് എവിടെയാണോ അതിനെ ഫേസ് ചെയ്ത് നിന്ന ആ സ്ഥലം കംപ്ലീറ്റ്ലി നശിച്ചു പോയിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് വശം കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ അവിടെ കിടക്കുന്ന ചെയേഴ്സും ടേബിൾസും അടക്കമെല്ലാം ആ എക്സ്പ്ലോഷൻ നടന്ന 0 പോയിൻറ്റിനെ ഫേസ് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ആ ഭാഗത്തുള്ള ഒരു ബിൽഡിങ്ങിൽ തന്നെ ആ ഭാഗത്തുള്ളതൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. അതിൻ്റെ മറുഭാഗം ചിലപ്പോൾ അധികം കേടുപാടുകളില്ലാതെ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ ആ ഒരു എക്സ്പ്ലോഷൻ്റെ ചിത്രം കാണിക്കുന്ന തരത്തിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാത്തിലും അതിൻ്റെ ഒരു ഡെഡ്ലി സിഗ്നേച്ചർ പതിപ്പിച്ചിട്ടാണ് ഈ ഒരു ഡിസ്ട്രക്ഷൻ നടന്നിട്ടുള്ളത്. About half an hour after the explosion, while the sky all round Hiroshima was still cloudless, a fine rain began to fall on the town and went on for about 5 minutes. It was caused by the sudden rise of the overheated air to a great height, but it condensed and fell back as rain. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അവിടേക്ക് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഹീറ്റ് വന്നതിൻ്റെ വെളിച്ചത്തിൽ അവിടെ പെട്ടെന്നത് ഘനീഭവിച്ച് മഴയായിട്ട് അവിടെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടൊരു മഴ 5 മിനിറ്റോളം നീണ്ടൊരു മഴ പെയ്യുകയും അതിനുശേഷം പിന്നീട് വീണ്ടും ഒരു വിൻഡ് ബ്ലോ ചെയ്ത് പിന്നെ ബാക്കി ഉണ്ടായിരുന്ന മുഴുവൻ കത്തി നശിച്ച് പോവുകയൊക്കെയാണ് ചെയ്യുന്നത്. Then a violent wind rose and the fires extended with terrible rapidity. As we mentioned, the houses, it was built with timber and straw and all that. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കത്തി പടരാനായിട്ട് കുറച്ചും കൂടെ എളുപ്പമാണ് അവരുടെ ആ ഒരു ടോപ്പോഗ്രഫിയും അവരുടെ ആ ഒരു ആർക്കിടെക്ചറൊക്കെ വെച്ചിട്ട്. Because most Japanese houses were built only of timber and straw. Yes, that's the reason terrible rapidity ഫയർ ആകെ കത്തി നശിച്ചു പോവാണ്. By the evening, the fire began to die down and then it went out. There was nothing left to burn. Hiroshima had ceased to exist. ഹിരോഷിമ ഇല്ല എന്നർത്ഥത്തിൽ ഹിരോഷിമ is completely, it is destroyed. It won't exist എന്നർത്ഥത്തിലായിട്ട് ഒരു നഗരം മുഴുവൻ അങ്ങ് ഇല്ലാതായി പോകുന്ന അവസ്ഥയിലേക്ക് ഒന്നുമില്ല, ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല എന്ന് പറയത്തക്ക രീതിയിൽ അത്രയും എല്ലാം തകർന്നടിഞ്ഞു പോയൊരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. വി ക്യാൻ സീ ദാറ്റ് 0 പോയിൻറ്റിൽ നിന്നും നോർത്ത് സൗത്ത് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഫോർ മൈൽസ് ദറ്റ് റിമെയിൻസ് നത്തിങ്. കുറേ ബിൽഡിങ്ങിൻ്റെ എന്തൊക്കെയോ അവശിഷ്ടങ്ങൾ പോലെ ഉണ്ടെന്നല്ലാതെ വേറൊന്നും അവശേഷിക്കാത്ത ഒരു രീതിയിലേക്ക് പോയിരിക്കുകയാണ്. The Japanese broke off. So definitely ഇത്രയും ഹൊറിബിൾ ആയിട്ടുള്ളൊരു തൻ്റെ നാടിനെ കുറിച്ച് പറയുമ്പോൾ he wept and then pronounced one word with indescribable but restrained emotion. Look. നോക്ക്, ഇതാ കാണും, ഇതാണ് ഞങ്ങളുടെ നാടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഡോക്ടറെ കാണിച്ചു കൊടുക്കുകയാണ്. About 2.5 miles from the center of the town, all the buildings had been burnt out and destroyed.
Only traces of the foundations and piles of debris and rusty charred ironwork were left. Charred means ചാരം, കത്തി നശിച്ചാകെ എല്ലാം വെന്ത് വെണ്ണീറായി കിടക്കുകയാണ്. അപ്പം അങ്ങനെ കുറേ അവശിഷ്ടങ്ങളും ചാരവും മാത്രമേ ഇപ്പോൾ അവിടെ കാണാനായിട്ടുള്ളൂ. About 2.5 miles from the center of the town. 2.5 miles. At 3/4 of a mile from the center of the explosion, nothing at all was left. Everything had disappeared. It was a stony waste littered with debris and twisted girders. കുറേ കെട്ടിടങ്ങളുടെ ഇങ്ങനെ തകർന്നടിഞ്ഞിട്ടുള്ള ബീമുകളും കമ്പികളും അതോടൊപ്പം തന്നെ കുറേ ചാരവും കല്ലും മണ്ണും മാത്രമേ ഉള്ളൂ ഫോർ മൈൽസ്. അതല്ലാതെ അവിടെ വേറൊന്നും കാണാനായിട്ടില്ല. എല്ലാ കാഴ്ചകളും അവിടെ അസ്തമിച്ച് കഴിഞ്ഞതുപോലെയായിട്ടാണ് ഹിരോഷിമ ഇപ്പോൾ കാണുന്നത്. Everything has disappeared. We got out of the car and made our way slowly through the ruins into the center of the dead city. So now the city is dead. There remains nothing. Absolute silence reigned in the whole city. There was not even a survivor in the ruins. Though some distance away, a group of soldiers was clearing a passage through the debris. There was not a bird or an animal to be seen anywhere. ഒരൊറ്റ കുഞ്ഞോ ഒരു ജീവജാലമോ, മനുഷ്യൻ പോയിട്ടൊരു ജീവജാലം പോലും ഇല്ല ആ ഒരു ഏരിയയിൽ. അത്രയും വിജനമായ ഒരു ശ്മശാന ഭൂമി എന്നൊക്കെ പറയുന്നത് അതുപോലെ ഒരു ഡെഡ് സിറ്റി, കംപ്ലീറ്റ്ലി സൈലൻറ്റ് ആൻഡ് നോ ലൈഫ് ഇൻ ഇറ്റ്. ഇറ്റ് ഈസ് റിയലി എ ഡെഡ് സിറ്റി. ആൻഡ് അവിടെ കുറച്ച് ആൾക്കാർ ആ റൂയിൻസിനിടയിലൊക്കെ പരതി നോക്കുന്നുണ്ട്, എന്തെങ്കിലും ജീവനുള്ള ആരെങ്കിലും ഉണ്ടോ രക്ഷിക്കാനായിട്ട്. Professor Suzuki, one of the leading surgeons in Japan, led the way and spoke in a loud voice so that we could all hear what he said. His sentences came to us disjointed as though by deep excitement and emotion. So, a leading surgeon in Japan, Professor Suzuki, he is announcing something, he is giving an announcement. അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്നും പൂർണ്ണമല്ല, അപൂർണമായ വാക്കുകളാണ്. ബിക്കോസ് ഓഫ് ഹീ ഈസ് ഡിസപ്പോയിൻറ്റഡ്, കംപ്ലീറ്റ്ലി ഡൗൺ ട്രോഡൻ. ഹിസ് വേർഡ്സ് ആർ ഡിസ്ജോയിൻറ്റ്, ഹീ ഈസ് ഡിസ്ട്രെസ്ഡ് ആൻഡ് ഹീ ഈസ് വെരി ഇമോഷണൽ. So that Professor Suzuki, he said, we must open our minds, we must try to understand everything. He pointed to the remnants of a wall, the base of which ran for perhaps 6 or 7 yards. There was a hospital there, gentlemen. 200 beds, 8 doctors, 20 nurses. Every single one and all the patients were killed. That's what an atom bomb does. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത്രയും സുന്ദരമായ അല്ലെങ്കിൽ ഇത്രയും ഏറെ സൗകര്യങ്ങളുണ്ടായിരുന്നൊരു സ്ഥലം, അവിടെ ഇതാ അങ്ങോട്ടേക്ക് നോക്കൂ, അവിടെ ഒരു ചുവര് മാത്രം നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുള്ളൂ. ചുവരിൻ്റെ ഒരു ഭാഗം മാത്രം, റെമനൻസ്, അതിൻ്റെ റിമെയിൻസ് മാത്രം, അവശിഷ്ടങ്ങൾ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, 200 ബെഡുകളും 8 ഡോക്ടർമാരും 20ഓളം നഴ്സുകളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഹോസ്പിറ്റൽ. ആൻഡ് അവിടെയുള്ള ഓരോ മനുഷ്യരും, പേഷ്യൻസ് അടക്കം എല്ലാവരും തന്നെ കൊല്ലപ്പെട്ടു. ആൻഡ് ഇതാണ് ഒരു ആറ്റം ബോംബ് കാട്ടിക്കൂട്ടുന്നത്. So that was his disjoint sentences that he made. What Dr. Marcel Junod could hear. ബ്രോക്കൺ ആയിട്ട് അദ്ദേഹം എക്സൈറ്റഡ് ആയിട്ട് ഒരുപാട് ഇമോഷണലായിട്ട് വളരെയധികം ഡീപ്ലി മൂവ്ഡ് ആയിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അതായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ടോക്കിയോയിൽ നിന്ന് പോകുന്നതിന് മുന്നേ നമ്മുടെ ജനറൽ മക്കാദർ ഹി കമൻസ്ഡ് എ ഗ്യാദറിംഗ്. So he wished to congratulate the delegates, the representatives of International Red Cross. മാർസൽ ജുനോദ് അടങ്ങുന്ന ആ ഒരു റെഡ് ക്രോസിൻ്റെ പ്രതിനിധി സംഘത്തെ, ഡെലിഗേറ്റ്സിനെ, അവരെയൊക്കെ വരവേൽക്കാനും അവർക്ക് വേണ്ട ആശംസകൾ കൊടുക്കാനൊക്കെ ആയിട്ട് ജനറൽ മക്കാദർ അവിടെ എത്തിച്ചേരുകയാണ്. And he made a very beautiful, a very thought-provoking speech when he met them. And he was wearing a very ordinary service uniform,
ഒരുപാട് പതക്കങ്ങളും ഒരുപാട് ഒഫീഷ്യലായിട്ടുള്ള ചിഹ്നങ്ങളും ഒന്നും അണിയാതെ വളരെ കാഷ്വലായിട്ട് ആ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡിസൊല്യൂഷൻഡ് മാൻ, മോഡേൺ മാൻ്റെ ഒരു വ്യഥയിൽ അദ്ദേഹം അവിടെ നിൽക്കുകയാണ് ബിക്കോസ് ഓഫ് ദ ട്രോമ ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് വേൾഡ്. ആൻഡ് ആ ഇരിക്കുന്ന സ്ഥലവുമാണെങ്കിലും Marcel Junod describes that we sat down near the window which gave on to the grounds of the imperial palace. And this person, he is describing this General MacArthur, he is with his usual pipe. അദ്ദേഹം സ്ഥിരം ഉപയോഗിക്കാറുള്ള ആ ഒരു ട്രഡീഷണൽ സ്മോക്കിംഗ് പൈപ്പൊക്കെ ഇട്ട് അദ്ദേഹം ഇരുന്ന് ഇങ്ങനെ സംസാരിക്കണം. ഹി ടോക്ക് ടു അസ് വെരി ഫ്രീലി. അദ്ദേഹത്തിൻ്റെ തോട്ട് മുഴുവൻ, അദ്ദേഹത്തിൻ്റെ സംസാരം മുഴുവൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ first of all, he appreciated the Red Cross delegates for the services they had rendered to this world. ആരാണെന്നോ എന്താണെന്നോ നോക്കാതെ കാണുന്നവരെ ഒരു ബൗണ്ടറീസും വെക്കാതെ അവരെ ഹെൽപ്പ് ചെയ്തത്, ആ ഒരു മനുഷ്യത്വപരമായിട്ടുള്ള ഒരു സമീപനത്തെ, ആ ഒരു പ്രവൃത്തിയെ അദ്ദേഹം ഒരുപാട് അഭിനന്ദിക്കുന്നുണ്ട്. He appreciate all the members of the Red Cross, those who protected and assisted everyone, those who were in exile beyond their humiliation, what they had faced, people who haven't got any hope at all in their life. അത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാരാണ് ഇദ്ദേഹം ഇത്തരം സർവീസുകൾ ചെയ്തു കൊടുക്കുന്നത്, ഇത്ര ആളുകൾ സർവീസ് ചെയ്തു കൊടുക്കുന്നത്. ആ സർവീസിനെ മാനിച്ചുകൊണ്ട്, ഒരുപാട് അംഗീകരിച്ചുകൊണ്ടാണ് ഈ പാഠഭാഗം എൻഡ് ചെയ്യുമ്പോൾ കാണുന്ന വളരെ രസകരമായിട്ടുള്ളൊരു ലെസൺ മക്കാദറിൻ്റെ സ്പീച്ചിലൂടെ നമുക്ക് കിട്ടുന്നത്. എന്താണ് അതിൽ പറയുന്നത്? The supreme value of human life and human blood has been forgotten, he said, and human dignity too. മനുഷ്യനെന്ന് പറയുന്ന ആ ഒരു ഏറ്റവും ഉന്നതനാണ് എന്ന് അഹങ്കരിക്കുന്നവൻ, അതൊക്കെ ഒന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഹ്യൂമൻ വാല്യൂസിനെല്ലാം തന്നെ. ആൻഡ് ഹ്യൂമൻ ഡിഗ്നിറ്റി ടു. മനുഷ്യരാണ് ഈ മരിച്ചു വീഴുന്നതെന്നുള്ള ഒരു ചിന്ത ഇല്ലാതെ പരസ്പരം കലഹിക്കുന്ന ഒരു ജനതയായിട്ട് മാനവരാശി മാറുന്ന ആ ഒരു കാഴ്ച അദ്ദേഹത്തെ ഒരുപാട് പിടിച്ചുലച്ചിട്ടുണ്ടായിരിക്കാം. സോ ഹി സ്പീക്സ് അബൌട്ട് ദ ഫ്യൂട്ടിലിറ്റി ഓഫ് വാർ ഇൻ ദിസ് പാർട്ട്. Force is not a solution for man's problems. Force on its own is nothing. It never has the last word. Perhaps you find it strange that I, a professional soldier, should say that to you. നമ്മൾ പേൾ എസ് ബക്കിൻ്റെ എസ്സേയിൽ കണ്ടൊരു കാര്യമാണ്, war doesn't bring or violence doesn't bring anything. The world needs peacemakers. ലോകത്തിന് ആവശ്യം വാർമോങ്കേഴ്സിനെയല്ല, യുദ്ധക്കച്ചവടക്കാരെയല്ല, സമാധാനപ്രിയരെയാണ്, സമാധാനം സൃഷ്ടിക്കുന്നവരെയാണ്. ദാറ്റ്സ് വൈ ഷീ ഹാഡ് lamented over the death of Mahatma Gandhi, the person who stood for those two ideologies, truth and non-violence. യുദ്ധമാണെങ്കിൽ എളുപ്പമാണ്, എല്ലാം നശിപ്പിക്കാൻ എളുപ്പമാണ്, അത് പടുത്തുയർത്താനാണ് ബുദ്ധിമുട്ട് എന്ന് പറയുന്ന പോലെ ഫോഴ്സ് കൊണ്ട് നമ്മുടെ ഒരാളുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങുക, അതിനെ നശിപ്പിക്കുക, അതുകൊണ്ടൊന്നും നമുക്ക് നേടാൻ സാധിക്കില്ല എന്നാണ് ജനറൽ മക്കാദർ പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ദ സൊല്യൂഷൻ ഫോർ മാൻസ് പ്രോബ്ലംസ്. ഫോഴ്സ് ഓൺ ഇറ്റ്സ് ഓൺ ഇസ് നത്തിങ്. ഇറ്റ് നെവർ ഹാസ് ദ ലാസ്റ്റ് വേർഡ്. പെർഹാപ്സ് യു ഫൈൻഡ് ഇറ്റ് സ്ട്രേഞ്ച് ദാറ്റ് ഐ, എ പ്രൊഫഷണൽ സോൾജിയർ, ഷുഡ് സേ ദാറ്റ് ടു യു. So I am a professional soldier, I am a soldier with all my responsibilities and rights, I am a higher official. Still, if I am saying this is what war does to the world. ഇതാണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതാണ് ലോകത്ത് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്, യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇമ്പാക്ട്സ് എന്ന് പറയുന്നത്, അതിൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. അതുകൊണ്ട് യാതൊന്നും നേടാനില്ല. ഒരുപാട് കാര്യങ്ങളും ഒരുപാട് ആളുകളും ഒരുപാട് ജീവനുകളും നഷ്ടപ്പെടുക എന്നല്ലാതെ അതുകൊണ്ട് യാതൊരു പ്രയോജനം എങ്ങും എത്താതെ പോകുന്ന ഒരു കാര്യമാണ് ഈ ഒരു യുദ്ധം എന്ന് പറയുന്നത്. സോ ദാറ്റ് ഫ്യൂട്ടിലിറ്റി ഓഫ് വാർ ഇസ് എക്സ്പ്രസ്ഡ് ത്രൂ ജനറൽ മക്കാദേഴ്സ് വേർഡ്സ്. The chief architect of victory in the Pacific did not conceal his opinion. Did not conceal his opinion means he reveals his opinion, his ideology, that peace still lay far ahead in the future, even with our present weapons. He went on, not including those still to be developed, a new war would leave nothing behind worthy of mention.
ഇനിയും ഇതുപോലുള്ള യുദ്ധം, ഇത്തരത്തിലുള്ള വെപ്പൺസ്, ഇനിയും അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന വെപ്പൺസൊക്കെ എടുത്ത് മനുഷ്യൻ ഉപയോഗിക്കാൻ പോവുകയാണെങ്കിൽ, അതിനെയൊക്കെ പ്രയോഗിക്കാൻ പോവുകയാണെങ്കിൽ പിന്നെ മെൻഷൻ ചെയ്യാനായിട്ട് ഈ ഭൂമിയിൽ പിന്നെ ആരും ഉണ്ടാവില്ല. അത്രയും വലിയൊരു ഡിസ്ട്രക്ഷൻ ആയിരിക്കും ഇനി സംഭവിക്കുക. അപ്പോൾ പീസ് എന്ന് പറയുന്നത്, സമാധാനം എന്ന് പറയുന്നത് വളരെ വിദൂരത്താണെന്നാണ് അദ്ദേഹം ആ ഒരു യുദ്ധത്തിൻ്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നത്, അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. യുദ്ധം എന്ന് പറയുന്നത് ലോകത്തൊന്നും സൃഷ്ടിക്കുന്നില്ല, അതൊരിക്കലും സമാധാനം കൊണ്ടുവരില്ല, അത് ആർക്കും ഒരു പരിഹാരവും തരില്ല, അത് വീണ്ടും വീണ്ടും പ്രശ്നങ്ങളെ മാത്രമേ സൃഷ്ടിക്കത്തുള്ളൂ. അപ്പം അത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ we need to make peace, which is really far ahead in the future. It's very difficult to create എന്നാണ് അദ്ദേഹം പറയുന്നത്. And in even more precise terms, he sketched the danger of death and destruction which still hung over the world. ഇനിയും ഭൂമിയിൽ, അല്ലെങ്കിൽ ഇപ്പോഴും ഭൂമിയിൽ അവശേഷിക്കുന്ന ഈ ഒരു മുൾമുനയിലാണ് നിൽക്കുന്നത്. ഇനിയും ഏത് നിമിഷവും ഏത് യുദ്ധവും ഉണ്ടാവാം, ഏതൊരു സ്ഥലത്തും ഇനിയും ആറ്റം ബോംബ് ഇടാം, പരീക്ഷിക്കപ്പെടാം, തകർന്നടിയാം എന്നുള്ള ആ ഒരു അവസ്ഥയിൽ നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ആ ഒരു കാര്യം, ആ ഒരു സത്യം അദ്ദേഹം വെളിപ്പെടുത്താതിരുന്നില്ല, ഹൈഡ് ചെയ്ത് പോയില്ല. He had expressed his disappointment and distress feeling towards this war and the pathetic situation, plight it creates, not for him, not for the people in Hiroshima, but for the whole world. Too much has been destroyed in this war, and the physical exhaustion is too great for there to be another war during the next 20 or 25 years. But what will happen after that? What will happen unless between now and then we do everything possible to save mankind from itself? ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു യുദ്ധം കൊണ്ട് നശിച്ചു കഴിഞ്ഞു. Too much. It is too much. Too much has been destroyed by this war or in this war. ഇനി എന്ത്? ഇനി നശിക്കാനായിട്ടും വെന്ത് വെണ്ണീറാവാനായിട്ടും ഇനിയൊന്നും ഉണ്ടാവില്ല. ഇനിയൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അതിന് ബാക്കിയായിട്ട് ഈ ഭൂമിയിൽ ഒന്നും അവശേഷിക്കില്ല എന്നുള്ളൊരു നിസ്സംഗമായിട്ടുള്ള മനസ്സോട് കൂടിയിട്ടാണ് മെക്കാദറി ഒരു സ്പീച്ച് ഡെലിവർ ചെയ്യുന്നത്. ആൻഡ് ദിസ് ചാപ്റ്റർ, ഫസ്റ്റ് ആറ്റം ബോംബ് or this life account of Marcel Junod, in this particular extract, it ends with a question. എന്താണ് ആ ചോദ്യം? What will happen unless between now and then we do everything possible to save mankind from itself? നമുക്ക് എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുക ഈ ഒരു മനുഷ്യവംശത്തെ ഭൂമിയിൽ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, ഇത്തരം യുദ്ധത്തിൽ നിന്നുമൊക്കെ സേവ് ചെയ്യാനായിട്ട്? വാട്ട് ക്യാൻ വി ഡു, വാട്ട് എൽസ് വി ഹാവ് ടു ഡു എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിച്ച് ഈ ഒരു ഭാഗം അവസാനിപ്പിക്കുന്നത്. അപ്പം അദ്ദേഹം ചോദിച്ച് നിർത്തിയിടത്തുനിന്ന് നമുക്ക് ചിന്തിക്കാൻ തുടങ്ങാം. ലോകത്ത് സമാധാനമുണ്ടാകാൻ നമ്മളാൽ കഴിയുമെണ്ണം ഓരോ വ്യക്തികൾക്കും എന്ത് ചെയ്യാനാണ് സാധിക്കുക? അതിർവരമ്പുകൾ ഇടാതെ മനുഷ്യൻ പരസ്പരം സ്നേഹിച്ചും സഹജീവികളോടൊരു കരുണയും അനുകമ്പയും കാണിച്ചാൽ മാത്രമേ we could easily create this world a wonderful place, or we could create a heaven here. Otherwise it would be a hell, definitely. Because അന്ന് 1945 ഉണ്ടായിരുന്ന ആ ഒരു അവസ്ഥയിലല്ല ഇന്ന് ലോകം എത്തി നിൽക്കുന്നത് നമുക്കറിയാം. യുദ്ധമെന്ന് പറയുന്നത് അതുപോലുള്ള പല കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുന്ന സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് അവിടെ സംഭവിക്കും. ഈ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് അതിൻ്റെ തന്നെ നാശത്തിനായിട്ട് പോകുമ്പോഴാണ് അവിടെ നമ്മൾ അപകടം പതിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ എന്തുമാത്രം സയൻറ്റിഫിക് ആയിട്ടുള്ള ഇന്നോവേഷൻ സംഭവിച്ചിട്ടുണ്ടോ അത്രമാത്രം ഡിസ്ട്രക്റ്റീവ് പവറും അതിൻ്റെ മറുഭാഗത്തുണ്ടായിരിക്കും. അപ്പോൾ ഇനി വരാൻ പോകുന്ന നാളുകളിൽ മനുഷ്യൻ ആഗ്രഹിക്കേണ്ടത്, മനുഷ്യർ പരസ്പരം നമ്മൾ ഓരോ വ്യക്തികളും ചെയ്യേണ്ടത് സമാധാനം സൃഷ്ടിക്കുക, അതിനുതകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ മാർസൽ ജൂനോത്തിൻ്റെ ഈ ഒരു എക്സ്ട്രാക്ട് അവസാനിപ്പിച്ച ചോദ്യത്തിൽ നിന്നും നമുക്ക് ഉത്തരങ്ങൾ കണ്ടെത്തി തുടങ്ങാം. So here we wind up this particular chapter, first atom bomb. Hope this chapter is clear to you. This chapter expresses the pathetic plight of Hiroshima and the role played by the greatest, kindest person who is the hero of this particular chapter, Dr. Marcel Junod. There are few more heroes, Billfinger, General MacArthur, and the other personalities who took their effort to make their part and parcel, to be a part and parcel of this rescue mission and all that. ഒത്തിരി പേര് പറയാത്ത ഒത്തിരി ആൾക്കാരും ഒഫീഷ്യൽസും ഒക്കെ ഉണ്ട്.
അത്തരത്തിലുള്ള ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഹീറോസിനെ കുറിച്ചൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ തന്നെ ചരിത്രത്തിൽ സംഭവിച്ച ഭീകരമായിട്ടുള്ള ഒരു ദിനത്തെക്കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു അവസ്ഥയെക്കുറിച്ചും. ഹിരോഷിമയും നാഗസാക്കിയും ഉണ്ട് നമുക്കിപ്പോൾ ഈ ചാപ്റ്ററിൽ പ്രത്യേകിച്ച് കാണുന്നത്. ദ ടൈറ്റിൽ ഫസ്റ്റ് ആറ്റം ബോംബ് മീൻസ് ഇറ്റ് ഫോക്കസസ് ഓൺ ഹിരോഷിമ പെർട്ടിക്കുലർലി. ഇനി നമുക്ക് ചാപ്റ്ററിൻ്റെ 1-2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് കടക്കാം. So we had gone through the very beautiful, very touching chapter and its question and answers. So we wind up our class today. We'll meet in the next class, in the next video lesson with a new topic, with a new essay, a prose. Till then, be safe. The situation is getting worse, so be safe, be happy, be positive. Take care till then. Bye.